Hi, Namaste, welcome back to my channel Mintera. ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും ട്രേഡാണ് കാണിക്കുന്നത്. മോർണിംഗിലൊക്കെ ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്ത ഒരുപാട് പേരുണ്ടാകും. അവർക്ക് ഈവനിങ്ങിലൂടെ ഈസി ആയിട്ട് റിട്ടേൺസ് എടുക്കാൻ പറ്റുന്നൊരു മാർക്കറ്റാണ് ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ക്രൂഡ് ഓയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നല്ല റിട്ടേൺസ് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു മാർക്കറ്റാണ് ക്രൂഡ് ഓയിൽ. ഇന്നത്തെ ക്രൂഡ് ഓയിലും അതിൻ്റെ ഓപ്ഷൻസിനെയും അതേപോലെ നാച്ചുറൽ ഗ്യാസിൽ നിന്ന് കിട്ടിയ ട്രേഡും കൂടെ കാണിച്ചു തരാം. നാച്ചുറൽ ഗ്യാസിന് മോർണിംഗിൽ ഡൗൺ സൈഡ് ആയിരുന്നു. നമുക്ക് 12 മണിക്ക് ശേഷം നല്ലൊരു അപ് ട്രെൻഡ് ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് 5 പോയിന്റോളം നമുക്ക് പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു, സ്ട്രോങ് ബുള്ളിഷ് ആയിരുന്നു. അതേപോലെ ക്രൂഡ് ഓയിലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ ഒരു ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു. 12:30 ശേഷം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ്, സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ്, നമുക്ക് 78 പോയിന്റ്സോളം നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കോളിൽ നമുക്ക് എടുത്ത എൻട്രിയാണ് 6600 കോളാണ്. അപ്പോൾ അതിൽ നമുക്ക് സിഗ്നൽസ് വന്ന് 279 ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 45 പോയിന്റ്സോളം പ്രോഫിറ്റിലാണ്. ആദ്യ ട്രേഡ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പുൾ ബാക്കിൽ നിന്ന് ട്രേഡ് എടുത്ത് അപ്രോക്സിമേറ്റ് ഒരു 1.5 കഴിഞ്ഞ ശേഷം 281 നിന്ന് എടുത്ത് നമുക്ക് അപ്രോക്സിമേറ്റ് 319 വരെ പോയിട്ടുണ്ട്. അത് തിരിച്ച് പിന്നെയും പുൾ ബാക്കിൽ നിന്ന് നെക്സ്റ്റ് ട്രേഡ് നമുക്ക് 333 വരെ നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബ്രേക്ക്ഔട്ടിൽ എടുക്കാത്തവർക്ക് അടുത്ത പുൾ ബാക്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു അവസരമാണ്. നമുക്ക് കറക്റ്റായിട്ട് സോഫ്റ്റ്വെയറിന് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ലൈവ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ലാസ്റ്റ് വന്ന് നമുക്ക് റെഡ് ഇന്നത്തെ മാർക്കറ്റ് ക്രൂഡ് ഓയിൽ ഇവിടുന്ന് ഓപ്പണായി. ഇവിടെ നിന്ന് നമുക്ക് മോർണിംഗിൽ വന്ന സെൽ ഇൻഡിക്കേഷൻ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് വന്ന ബൈ ഇൻഡിക്കേഷൻ വന്ന് 12:35 അതിൻ്റെ എൻട്രി പോയിന്റ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്. സിഗ്നൽ വന്ന സമയത്ത് നമുക്ക് ബ്ലൂ കളർ ആയിരുന്നു, താഴെ നമുക്ക് റെഡ് ആയിരുന്നു, എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് അടിച്ചു കയറിയത് കൊണ്ട് നമുക്ക് ഇവിടെ ട്രേഡ് നമുക്ക് ഓൾറെഡി ഹൈക്കിൽ കയറിയിട്ടാണ് കിട്ടി. പക്ഷേ ഇവിടെ സ്കാൽപ്പിംഗ് ട്രേഡ് ഉണ്ടായിരുന്നു. നമുക്ക് മിനിറ്റ് വെച്ച് എടുക്കുന്നവർക്ക് ട്രേഡ് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുൾ ബാക്കിൽ നിന്ന് കയറി. പുൾ ബാക്കിൽ നിന്ന് അടുത്ത ട്രേഡ് നമുക്ക് മാർക്കറ്റ് കയറിപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ്. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഫസ്റ്റ് മിസ്സാർക്ക് അടുത്ത ട്രേഡ് എടുക്കാനുള്ള അവസരം സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. 78 പോയിന്റ്സോളം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോഴും മാർക്കറ്റ് ബൈ സൈഡ് തന്നെയാണ് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ നമുക്ക് 6600 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏതാണ് സ്ട്രൈക്ക് വേണ്ട അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് ബൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 12:35 279 ട്രേഡ് എടുത്ത് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബ്രേക്ക് ഔട്ടിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് നല്ലൊരു റിട്ടേൺസ് കയറിയിട്ടുണ്ട്. സ്കാൽപ്പിങ്ങിന് ചെറിയൊരു അപ് ട്രെൻഡ് 286 വരെ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ കയറിയിരിക്കുന്നത്. നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പോയിന്റ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് 1 മിനിറ്റിൽ ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 മിനിറ്റിൽ നമുക്ക് ട്രെൻഡ് മാറുന്നതായിട്ട് സൈഡിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്തുകൊണ്ടുള്ള അവസരമാണ്. നമുക്ക് എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. പക്ഷേ താഴത്തെ ബാർ ഗ്രീൻ ആയിസ് നമുക്ക് ബൈ സൈഡ് തന്നെയാണ്, സെൽ സൈഡിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ പുൾ ബാക്കിൽ നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്തുകൊണ്ടുള്ള അവസരം നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡിൽ ട്രെൻഡ് വൈസ് നമുക്ക് സോഫ്റ്റ്വെയർ അവിടെ തരുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രെൻഡ് റിവേഴ്സ് ആകുന്നതിനും നമുക്ക് ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് മാർക്കറ്റ് അവിടെ റിവേഴ്സ് പോകുന്നു, സൈഡ് വേസ് വരുന്നു, മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങുമ്പോൾ ബിയറിഷിലേക്ക് ഇറങ്ങുന്നു. നമുക്ക് കറക്റ്റായിട്ട് ഈ ട്രെൻഡ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ഗ്യാസിൽ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് ആയിരുന്നു. മോർണിംഗിൽ ഡൗൺ സൈഡ് ഉണ്ടാക്കുക തലേദിവസത്തെ കണ്ടിന്യൂഷൻ ആയിരുന്നെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് സിഗ്നൽസ് വന്ന് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് തന്നെ മാർക്കറ്റ് കയറുകയായിരുന്നു. 12 മണിക്ക് സിഗ്നൽ കിട്ടിയിട്ട് 302 തരത്തിന് ആദ്യത്തെ ബ്രേക്ക് ഔട്ടിൽ നിന്ന് നമുക്ക് 305 വരെ പോയിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെയും പുൾ ബാക്കിൽ നിന്ന് നമുക്ക് പിന്നെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് പിന്നെ 305 കയറി. അവിടെ നിന്ന് നമുക്ക് 306 ഇപ്പം 306 നിൽക്കുന്നത്. നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 5 പോയിന്റോളം നല്ലൊരു മാർക്കറ്റ് അപ് ട്രെൻഡിൽ കയറി നിൽക്കുകയാണ്. നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് വേസ് മാർക്കറ്റൊക്കെ പ്രത്യേകിച്ചും എക്സ്ട്രാ കളർ വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഫ്രഷേഴ്സിന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്.